എന്താണ് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത്? ഈ ഡീൽ എന്ന് പറയുന്ന ആക്ഷേപത്തിന്റെ പുറത്താണ് ഇന്നലെ സതീശന്റെ വസ്തുതാവിരുദ്ധമായ പുതിയ പ്രചരണം വന്നത്. അതെന്തായിരുന്നു? തൃശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് കോൺഗ്രസിന്റെ 87,000-ഓളം വോട്ടുകളാണ് BJP-യിലേക്ക് ഒഴുകിപ്പോയതിന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ മുരളീധരൻ അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതും സുരേഷ് ഗോപി അവിടെ ജയിച്ചു കയറുന്നതും. LDF-ന് 15,000-ലധികം വോട്ട് 2019-നെ അപേക്ഷിച്ച് കൂടിയൊരു സാഹചര്യം തൃശ്ശൂരിലുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? UDF-ന്റെ 87,000-ഓളം വോട്ടുകൾ BJP-യിലേക്ക് ഒരുമിച്ച് ഒഴുകിയെത്തുമ്പോൾ ഈ 15,000 വോട്ട് കൂടിയതുകൊണ്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും അവർ തോറ്റുപോയി. എന്നാൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ടും പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് CPI-ഉം BJP-യും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണെന്നാണ്. ഏത് 87,000 കോൺഗ്രസ് വോട്ടുകൾ BJP-യിലേക്ക് പോയത് CPI-ഉം BJP-യും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് എന്ന പച്ചക്കള്ളം പ്രതിപക്ഷ നേതാവ് ഒരു വസ്തുതയുടെയും അടിസ്ഥാനമില്ലാതെ വിളിച്ചു പറയുകയാണ്. അത് അവതരിപ്പിക്കുന്നതോ ഞാൻ എല്ലാം പഠിച്ച് ഇതാ തെളിവുകളും രേഖകളും ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന ഒരു മുഖഭാവത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമുക്കതിന്റെ കണക്കുകളൊന്ന് പരിശോധിക്കാം. ആ കണക്കുകൾ പരിശോധിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം കണക്കുകളിലേക്ക് വരാം. തൃശ്ശൂർ സീറ്റ് BJP ജയിപ്പിച്ചതിന് ശേഷം എവിടെയെങ്കിലും ED പിടിമുറുക്കിയില്ല. അവിടെ ഒരു ഡീലായിരുന്നു. തൃശ്ശൂർ സീറ്റ് BJP ജയിപ്പിച്ചതിന് ശേഷം എവിടെയെങ്കിലും ED പിടിമുറുക്കിയില്ല. അവിടെ ഒരു ഡീലായിരുന്നു. തൃശ്ശൂരിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമുക്ക് ആ കണക്കുകൾ നോക്കാം. ആദ്യം നമുക്ക് 2019 കണക്കെടുക്കാം. 2019 ജയിച്ചത് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. ലഭിച്ച വോട്ടെന്ന് പറയുന്നത് 4,15,000. ഓർക്കുക, 2019 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ TN പ്രതാപന് ലഭിച്ചത് 4,15,000 വോട്ടുകൾ. എന്നാൽ 2024 അവിടെ TN പ്രതാപൻ മാറി, പകരം കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. ലഭിച്ച വോട്ട് 3,28,000. 3-ാം സ്ഥാനവും മാത്രം. വോട്ട് കുറഞ്ഞത് 87,000. നിങ്ങൾ ഓർത്തു നോക്കൂ, 2019 ലഭിച്ച 4,15,000 വോട്ട് 2024 മുരളീധരൻ വരുമ്പോൾ അത് 3,28,000 കുറയുകയാണ്. കോൺഗ്രസിന് 5 വർഷം കൊണ്ട് അവിടെ കുറഞ്ഞത് 87,000 വോട്ടുകളാണ്. ഈ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി? ഉത്തരം വളരെ വ്യക്തമല്ലേ? അത് BJP-യിലേക്ക് പോയത് കൊണ്ടാണല്ലോ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ഈ കണക്കുകൾ വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഈ പച്ചക്കള്ളം നമ്മളോട് വിളിച്ചു പറയുന്നത്. ഇനി നമുക്ക് LDF ക്യാമ്പിന്റെ കണക്ക് നോക്കാം. 2019 അന്ന് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ലഭിച്ച വോട്ട് 3,21,000. 2019 LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 3,21,000. ഇനി 2024 വരികയാണെങ്കിൽ VS സുനിൽകുമാറാണ് അന്ന് LDF സ്ഥാനാർത്ഥി. ലഭിച്ച വോട്ട് 3,37,000. 2 തവണയും 2-ാം സ്ഥാനം തന്നെയാണ് കിട്ടിയത്. പക്ഷേ 2024 LDF സ്ഥാനാർത്ഥി ഏകദേശം 16,000-നടുത്ത് വോട്ടുകൾ കൂടിയിരിക്കുന്നു. അതായത് LDF സ്ഥാനാർത്ഥി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുകയാണ് ചെയ്തത്. UDF സ്ഥാനാർത്ഥിയുടെയാണ് 87,000 വോട്ടുകൾ പോയത്. ഈ കണക്കുകൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് യാതൊരു മടിയും കൂടാതെ പ്രതിപക്ഷ നേതാവ് നമ്മളോട് കള്ളം പറയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. വെറുതെയല്ല കഴിഞ്ഞ ദിവസം ഗോവിന്ദമാഷ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആര് എന്ന ഗിന്നസ് റെക്കോർഡിലേക്കാണ് പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നത് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുൻപിൽ ഈ കണക്കുകളുണ്ട്, ഈ വസ്തുതകളുണ്ട്. അന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും തന്റെ തോൽവിയെ തുടർന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ നിൽക്കുകയാണ്. അവിടുത്തെ നേതൃത്വങ്ങൾക്കെതിരെ വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്ന് അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല എന്നത് വേറെ കാര്യം. CPI-യും BJP-യും തമ്മിലായിരുന്നു ഡീലുമെങ്കിൽ എന്തിനാണ് കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചത്? അന്ന് കെ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ വിശദമായ തോൽവി പരിശോധിക്കേണ്ടതാണ് എന്ന്. CPI-യും BJP-യും തമ്മിലായിരുന്നു ഡീലെങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കെ സുധാകരൻ അടക്കമുള്ളവർക്ക് പറയേണ്ടി വന്നത്? വലിയ പോസ്റ്റർ പ്രതിഷേധമടക്കം നമ്മൾ അവിടെ കണ്ടതാണ്. അവിടുത്തെ DCC പ്രസിഡന്റിനെതിരെ, TN പ്രതാപനെതിരെ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളാരും മറന്നുപോയിട്ടില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ മറന്നു എന്ന് ധരിച്ചുകൊണ്ട് നമ്മളോട് പച്ചക്കള്ളം പറയുന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ കള്ളം തുടരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കള്ളം നമ്മൾ വീടുകളിലേക്ക് എത്തി പൊളിക്കണമെന്ന്. നമ്മൾ ഓരോ ദിവസവും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും കള്ളം പറയുന്നു. സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം അത് പൊളിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ വന്ന് ചേരുകയാണ്. അതുകൊണ്ടാണ് ആ കള്ളങ്ങളെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് പൊളിഞ്ഞാലും നാളെ പൊളിഞ്ഞാലും മറ്റന്നാൾ പ്രതിപക്ഷ നേതാവ്
അടുത്ത നുണയുമായി വീണ്ടും വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നുണ പറയുന്നത് ഒരു ഫാഷൻ ആക്കിയിരിക്കുകയാണ് അദ്ദേഹം എന്നതാണ് വസ്തുത.